പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴിയിലൂടെ ഒരു യാത്ര പോയാലോ? വരൂ, നമുക്ക് യാത്ര പുറപ്പെടാം. ഓരോ യാത്രയിലും എന്നും പുതിയ കാഴ്ചകളുണ്ട്. അതൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അയ്യോ, അതാ വഴിയരികിൽ ഒരാള് വളരെ മുറിവേറ്റ് കിടക്കുന്നു. ഏതോ കൊള്ളക്കാരുടെ കയ്യില് അകപ്പെട്ട പാപം മനുഷ്യൻ. ഒരു പുരോഹിതൻ ആ വഴി വരുന്നുണ്ടല്ലോ. കണ്ടു, അദ്ദേഹം മറുവശത്തൂടെ കടന്നു പോകുന്നു. നല്ല തിരക്കായിരിക്കും. ഒത്തിരി ഉത്തരവാദിത്തങ്ങളും മറ്റും കാണും പുരോഹിതനല്ലേ. ദാ ഒരു ലേവായൻ വരുന്നുണ്ടല്ലോ. അയാൾ അവരെ കണ്ടു. എന്നിട്ട് കണ്ടോ കാണാത്ത ഭാവത്തിലുള്ള ആ പോക്ക്. ഹോ, വഴിയിലൊക്കെ ഇങ്ങനെ പലരും കിടക്കും. അതിന്റെയൊക്കെ പുറകെ പോയാല് എന്റെ കാര്യങ്ങൾ നടക്കുമോ? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രവിച്ചാലോ? എന്നാൽ ഒരു സമരിയാക്കാരൻ യാത്രമധ്യേ അവൻ കിടന്ന സ്ഥലത്തു വന്നു. അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞുമൊഴിച്ച് അവന്റെ മുറിവുകൾ വെച്ചുകെട്ടി തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദനാറ കൊടുത്തിട്ട് പറഞ്ഞു, ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. കൂടുതലായി എന്തെങ്കിലും ചെലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. സമരിയാക്കാരൻ ഒരു വിജാതിയൻ, മുറിവേറ്റ് കിടക്കുന്നവനുമായി യാതൊരു ബന്ധമോ കടപ്പാടോ ഇല്ലാത്തവൻ, നിഷിക്തൻ. അവൻ ചെയ്യുന്നത് കണ്ടോ? മുറിവേറ്റവൻ കിടക്കുന്ന സ്ഥലത്തു വന്ന് അവനെ കണ്ടു മനസ്സലിഞ്ഞ് വീണ്ടും അവന്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് കുനിഞ്ഞ് എപ്പോഴും ഒരു മുൻകരുതൽ എന്നോണം കയ്യിൽ തന്റെ ഫാണ്ടത്തിൽ കരുതിയിരുന്ന എണ്ണയും വീഞ്ഞും കൊണ്ട് അവന്റെ മുറിവിൽ തന്റെ കൈകൾ കൊണ്ട് തൊട്ട് കഴുകി വെച്ചുകെട്ടി. തന്റെ കഴുതയുടെ പുറത്തുണ്ടായിരുന്ന ഇടം മുറിവേറ്റവനായി ഒഴിഞ്ഞുകൊടുത്തു. അവനെ അവിടെ ഇരുത്തി സമറിയാക്കാരൻ നടന്ന് സത്രത്തിൽ എത്തിച്ചു. വീണ്ടും അവന് ഭക്ഷണവും വസ്ത്രവും ഒക്കെ കൊടുത്ത് പരിചരിച്ചു. തന്റെ യാത്ര തുടരണമെന്നത് അത്യാവശ്യമായിരുന്നതിനാൽ കയ്യിലുണ്ടായിരുന്ന തന്റെ ആവശ്യങ്ങൾക്കു വേണ്ടി ഉണ്ടായിരുന്ന പണം സത്രം സൂക്ഷിപ്പുകാരനെ ഏൽപ്പിച്ചു. മുറിവേറ്റവനെ താൻ തിരിച്ചു വരുവോളം പരിചരിക്കണം. ബാക്കി ചെലവാകുന്നതിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവനെ സുരക്ഷിതനാക്കി തന്റെ ഉത്തരവാദിത്വത്തിലേക്ക് നീങ്ങി. മുറിവേറ്റവന്റെ നല്ല അയൽക്കാരൻ എന്ന് കർത്താവ് അവനെ വിളിച്ചു. എന്റെ അനുദിന യാത്രയിൽ എത്രയെത്ര മുറിവേറ്റവരെ ഞാൻ കാണുന്നുണ്ട്. കാണാതെ പോകുന്ന, ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന എത്രയോ പേർ. എന്നോടൊപ്പമുള്ളവരിലും മുറിവേറ്റ് ഒറ്റപ്പെട്ടവർ ഉണ്ടാകില്ലേ? കണ്ടിട്ടും അറിഞ്ഞിട്ടും അടുത്തു ചെല്ലാനോ ഒന്ന് കുനിയാനോ തൊടാനോ കഴിയാതെ കാണാത്ത ഭാവം നടിച്ചു നടന്ന് നീങ്ങിയ ഓരോ നിമിഷത്തെയും ഓർത്ത് മാപ്പ്. പ്രാർത്ഥനയുടെ വീഞ്ഞും സ്നേഹതൈലവും കയ്യിൽ കരുതാതെ ഇന്നോളം യാത്ര ചെയ്തതിന് പൊന്നുതമ്പുരാനെ മാപ്പ്. തിരക്ക് നടിച്ചും വലിയ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ഭാവത്തിലും അഹങ്കരിച്ചതിന് നാഥ മാപ്പ്. മുറിവേറ്റ മനുഷ്യകുലത്തെ കണ്ട് അവൻ കിടന്നിടത്തേക്ക് ഇറങ്ങി വന്ന് അവനോളം കുനിഞ്ഞ് തന്റെ മുറിവിനാൽ അവന്റെ മുറിവുണക്കി അവനെ ദൈവപുത്ര സ്ഥാനത്തോളം ഉയർത്തിയ ഈശോതമ്പുരാനെ, മുറിവേറ്റവരെ, മുറിക്കപ്പെട്ടവരെ ഹൃദയം തുറന്ന് കാണാനും സ്നേഹിക്കാനും അവർക്ക് സൗഖ്യമാകാനും ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ആമേൻ.